ഇന്നൊരു പാത്രം നിറച്ച് ശീമല്ലിക കിട്ടിയിട്ടുണ്ട്. ട്രിവാൻഡ്രത്തിന് ശീമല്ലിക എന്നാണ് പറയുന്നത്. ലൗലോലിക്ക എന്നൊക്കെ ചില നാടുകളിൽ പറയുന്ന കേൾക്കാം. അപ്പോൾ എന്തായാലും എനിക്കിത് കിട്ടിയത് എൻ്റെ വീടിൻ്റെ തൊട്ട് മുകളിലുള്ള വീട്ടിൽ നിന്നാണ്. അവിടെ നിന്ന് തന്നെയാണ് ഞാൻ മാങ്ങയും ചാമ്പയ്ക്കയും നെല്ലിക്കയും ആത്തച്ചക്കയും ഇതെല്ലാം സീസൺ ആകുമ്പോൾ പറിച്ചെടുക്കാറുള്ളത്. അവിടെ ഇഷ്ടം പോലെ എല്ലാം ഉണ്ട്. എനിക്കിന്ന് കൂട്ടിന് പറിക്കാനായിട്ടൊക്കെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ കിട്ടിയതിനെല്ലാം നല്ല കഴുകി വൃത്തിയാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൽ പഴുത്തത് അങ്ങോട്ട് തിന്നണം. അതാണ് ആ ഒരു സൂപ്പർ ടേസ്റ്റ് എന്ന് പറയുന്നത്. നല്ലൊരു ബ്രൗൺ കളറിനൊരു കറുപ്പ് കളറാവുന്ന ഒരു രീതിയിൽ പഴുത്ത് കിട്ടുന്നതുണ്ട്. അതാണ് എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളത്. അല്ലാത്തത് അങ്ങോട്ട് ഉപ്പും കൂട്ടി തിന്നുമ്പോൾ ആ പുളി അങ്ങോട്ട് ഉച്ചിയിൽ പിടിക്കും. ഇവിടെ ആർക്കും വലിയ ഡിമാൻഡുള്ളതല്ല. പണ്ട് എന്തോരം തിന്ന് നടന്നതാണെന്നോ, ഇപ്പോൾ ആർക്കും അത്ര വേണ്ട. ഇത് ചാമ്പയ്ക്കയും നെല്ലിക്കയും വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഇത് അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല. കാരണം ഇത് ഓരോ കടിക്കുമ്പോഴും അതിൻ്റെ കുരു എല്ലാം ഇങ്ങനെ ഓരോ തവണയും തുപ്പി തുപ്പി കളയുന്ന ആ ഒരു അത് ഭയങ്കര ഒരു ഇറിറ്റേഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ കിട്ടിയതിനെല്ലാം ഞാൻ നല്ല കഴുകി വൃത്തിയാക്കി എടുത്ത് നേരെ ഉപ്പിലിടാമെന്ന് വിചാരിച്ചു. നല്ല കാന്താരി മുളകൊക്കെ ഇട്ട് നല്ല ഉപ്പിലിട്ട് അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഞാനിവിടെ ഉള്ള സമയം വെച്ച് ഉപ്പ് പിടിക്കുമെന്നൊന്നും എനിക്കറിയില്ല. ഉപ്പ് പിടിച്ചില്ലെങ്കിൽ നേരെ ഞാനതങ്ങ് കൊണ്ടുപോകും. എന്തായാലും നല്ല മൊത്തത്തിൽ ചുമന്നിരിക്കുന്നുണ്ട്. ചുമന്ന ഭരണിയിൽ നല്ല റെഡ് കളറായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഇതവിടെ ഇന്ന് സെറ്റാവട്ടെ. നമുക്ക് അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.